സാർ ഇത് അന്ന് ഞാൻ ചെയ്ത മറ്റേ ഡേറ്റ എൻട്രി ഇവിടെ സ്പോട്ടൊക്കെ എൻട്രി ചെയ്യുന്ന ആ ഡേറ്റ എൻട്രി സോഫ്റ്റ്വെയറിൻ്റെ ഒരു സെക്കൻഡ് വേർഷനാണ് സാർ. അത് അതിൽ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അതിൽ 3 ബട്ടണും കൂടെ ഫ്രണ്ടിലാണ് ഞാൻ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഫോമിനകത്തായിരുന്നു, അത് 3 സെപ്പറേറ്റ് ബട്ടണായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്രോഗ്രാം എൻട്രി, പ്രോഗ്രാം രജിസ്ട്രേഷൻ, പ്രിന്റ്, 3 നമുക്ക് പുറത്തുനിന്ന് തന്നെ അത് കൊടുക്കാം. ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം നേരിട്ട് ഡേറ്റ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. വൺസ് ആ പ്രോഗ്രാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതിനകത്ത് രജിസ്റ്റർ ചെയ്ത പ്രോഗ്രാം മാത്രമേ ഈ പ്രോഗ്രാം എൻട്രി ആയിട്ട് നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റൂ, അതായത് ഡേറ്റ എൻട്രി ആയിട്ട്. ആദ്യം നമുക്കത് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്യുന്ന രീതി നോക്കാം. ബട്ടൺ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. അതൊരു സെർച്ച് ഉണ്ട്, പ്രോഗ്രാം, പിന്നെ ഒരു നാവിഗേഷൻ ബട്ടൺ ഉണ്ട്. അത് നമുക്ക് ഓരോന്നിട്ട് ഇങ്ങനെ നീക്കി കാണാം. ഫസ്റ്റ് റെക്കോർഡ്, ഇത് ലാസ്റ്റ് റെക്കോർഡ്, അങ്ങനെ ഈ ഒരു ഭാഗം കാണാൻ പറ്റും. നമുക്ക് ആദ്യമായിട്ടൊരു പ്രോഗ്രാം, ഒരു ട്രയൽ പ്രോഗ്രാം നോക്കാം. അത് നമ്മൾ ആഡ് ചെയ്യുക. ഫസ്റ്റ് ഇത് ആഡ് ചെയ്യുക. അതിനകത്ത് ഞാനൊരു പ്രോഗ്രാം കൊടുക്കുകയാണ്, ട്രയൽ ബി എന്നാണ് അതിൻ്റെ പേര്. ട്രയൽ ബി, ഈ പ്രോഗ്രാമിൻ്റെ പേര് ട്രയൽ ബി ആണ്. ഇനി അത് ഏത് സെക്ഷനിൽ വരും നോക്കാം. നമുക്കതൊരു പ്രൊമോ എന്നുള്ള ഒരു സെക്ഷനിൽ പെടും. അത് കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യേണ്ടത് ഈ പ്രോഗ്രാമിൻ്റെ ആരാണ്, ട്രിക്സ് ഉണ്ട്, വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല, അത് മാൻഡേറ്ററി അല്ല. ഈ ഒരു നമുക്കിതൊരു വിമൽ ഒരു പേര് കൊടുത്തു. അടുത്തത് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഏത് ഡേറ്റാണ് രജിസ്റ്റർ ചെയ്തത്. ഇവിടെ കലണ്ടറുണ്ട്, ഒരു ബട്ടണും കാണിച്ചിട്ടുണ്ട്. ഈ കലണ്ടർ വഴിയാണെങ്കിൽ കലണ്ടർ നേരിട്ട് നമുക്ക് കലണ്ടറിൻ്റെ ഡേറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡേറ്റ്, ഇങ്ങനെ ഒരു ഡേറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഡി എന്നുള്ള ഷോർട്ട് കട്ട്, ഡി ആണ് കൊടുക്കുകയാണെങ്കിൽ ഡേറ്റ് എന്നുള്ള ഫംഗ്ഷനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഡേറ്റ് എന്നാൽ കറണ്ട് ഡേറ്റ് കൊടുക്കും, ഇന്നത്തെ ഡേറ്റ് ആണ് ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞത്. അത് ഇതുവഴിയല്ല, നേരിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കറണ്ട് ഡേറ്റ്. ഇനി ഇതാരാണ് അപ്രൂവ് ചെയ്തത്, ഇത് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ കൊടുക്കാം. നമുക്കിവിടെ മോഹൻ എന്ന് പറഞ്ഞ ഒരു ഓഫീസറാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി റിമാർക്സ്, നത്തിങ്, ഒന്നുമില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അത് വേണമെങ്കിൽ അത് മാൻഡേറ്ററി അല്ല, ഇതിനകത്തൊന്നും ആയിട്ടല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിവിടെ സേവ് ചെയ്തേക്കാണ്. സേവ് ചെയ്യാൻ പോണത് പ്രോഗ്രാം ട്രയൽ ബി എന്നുള്ള പ്രൊമോ എന്ന് പറയുന്ന സെക്ഷനിലെ പ്രോഗ്രാമാണ് ഞാനകത്ത് എൻ്റർ ചെയ്യണത്. ഓക്കെ, ഇത് സേവ് ചെയ്തു. അതിനുശേഷം ഡാറ്റാബേസിനെ ഞാൻ റിഫ്രഷ് ചെയ്തു, അത് ക്ലോസ് ചെയ്തു, ഈ വിൻഡോ ക്ലോസ് ചെയ്തു. അടുത്തത് ഞാൻ ഡേറ്റ എൻട്രിയിലേക്ക് പോവുകയാണ്. ഈ പ്രോഗ്രാം എൻ്റർ ചെയ്തെന്ന് വെച്ചാൽ വൺസ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത പ്രോഗ്രാമാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ഇതിവിടെ നിന്നാണ് നമുക്ക് റിപ്പോർട്ട് എടുക്കുന്നത്. ഞാൻ ഇവിടെ നമ്മൾ പുതിയൊരു പ്രോഗ്രാം ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്തിട്ട് സെലക്ട് ചാനൽ, അതിപ്പോൾ പ്രൈമറി, സെലക്ട് ട്രാൻസ്മിഷൻ സെക്കൻഡ്, ഏത് വേണോ അതിനകത്ത് 1, 2, 3 ഉണ്ട്, അത് ഞാൻ സെക്കൻഡ് എടുത്തു. സെലക്ട് പ്രോഗ്രാം, ഇവിടെയാണെന്നാണ് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത പ്രോഗ്രാം ഈ ഭാഗത്തായിട്ട് വരും. ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഇപ്പോൾ ട്രയൽ എന്നുള്ള ഇതാണ് കൊടുത്തത്, ട്രയൽ ബി ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാൻ, ഞാനിപ്പോൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്, വരത്തില്ല. നമുക്ക് നേരിട്ടുള്ള എൻട്രി ഇതിനകത്തില്ല. വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ പ്രോഗ്രാം മാത്രമേ ഇവിടെ ട്രയൽ ബി ആണ് എൻ്റർ ചെയ്തത്. അതുപോലെ ഡേറ്റ് കൊടുത്തു. അടുത്തത് ബ്രോഡ്കാസ്റ്റ് ഡേറ്റ്, ഇവിടെയും ഇതുപോലെ തന്നെ ഒരു ഷോർട്ട് കട്ട് ഡിയും ഉണ്ട്, കലണ്ടറും ഉണ്ട്. കലണ്ടർ വഴിയും കൊടുക്കാം, ഡേറ്റ ബട്ടൺ വഴിയും കൊടുക്കാൻ പറ്റും. ഞാനത് ഇവിടെ കലണ്ടർ വഴി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഡേറ്റ്, അല്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ 23 ഡിസംബർ. ആരാണ് ഡ്യൂട്ടി ഓഫീസർ, ഡ്യൂട്ടി ഓഫീസറിൻ്റെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് മറ്റൊരു കോളമുണ്ട്, ഒരു ബോക്സ് ഉണ്ട്. ഇവിടെ വരുന്നത് നമുക്കിപ്പോൾ മൾട്ടിപ്പിളായിട്ട് ഒരുപാട് ഡേറ്റ എൻ്റർ ചെയ്യാനുണ്ട്, അത് സെയിം ഡ്യൂട്ടി ഓഫീസർ ആണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ കൊടുക്കുകയാണ്, ഒരു ഫിഗർ കൊടുക്കുകയാണ്, ജോർജ്. ഞാനൊരു പേര് കൊടുക്കുകയാണ്. ഇനി ഇവിടെ എസ് എന്ന ഷോർട്ട് കട്ടാണ്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും. ഞാൻ അടുത്ത എൻട്രി വരുമ്പോഴും ഈ ജോർജ് ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട, എസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷോർട്ട് കട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ വരും. അപ്പോൾ മൾട്ടിപ്പിൾ ടൈം സെയിം ടൈപ്പ് റേറ്റിംഗ് കുറയാൻ വേണ്ടിയിട്ടാണ് ഇതിന്. ഇനി റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം, മാൻഡേറ്ററി അല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡേറ്റ സേവ് ചെയ്തു, ദെൻ റിഫ്രഷ് ചെയ്തു, മൊത്തം ഡേറ്റയും റിഫ്രഷ് ചെയ്തേ. ഇനി ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്ക് അടുത്ത പ്രിൻ്റ് എടുക്കണം. എനിക്ക് ഇവിടെയും പ്രിൻ്റ് ഉണ്ട്,
നമുക്ക് ഞാൻ അത് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തിട്ട് മെയിൻ ഹെഡിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കുകയാണ്. പ്രിൻ്റ് എന്താണ് പ്രിൻ്റ് എടുക്കേണ്ടത്? അതായത് എനിക്കിപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത റിപ്പോർട്ട് എടുക്കണം. ബ്രോഡ്കാസ്റ്റിംഗ് റിപ്പോർട്ടാണ് ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്നത്. ചാനൽ അനന്തപുരി, ഡേറ്റ് വന്നിട്ട് ഇന്നത്തെ ഡേറ്റ്, പ്രിൻ്റ് എടുക്കുകയാണ്. അപ്പം ഇന്നത്തെ ഡേറ്റിൽ ഞാൻ നേരത്തെ കുറച്ച് ട്രയലായിട്ട് കുറച്ച് പ്രോഗ്രാംസൊക്കെ കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം വരും. അതുകൂടാതെ നമ്മൾ ഇപ്പോൾ കൊടുത്ത ഇപ്പം അനന്തപുരിയിൽ നമ്മളിപ്പോൾ കൊടുത്തത് പ്രൈമറിയിലാണ്. ഓക്കെ, പ്രൈമറിയുടെ അടുത്ത് നോക്കാം. ഇന്ന് കൊടുത്തത് പ്രൈമറിയിലാണ്. ട്രയൽ ബി എന്നുള്ള പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത് പ്രൈമറിയിലാണ്. ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാ വന്നു ട്രയൽ ബിയിൽ. ഞാൻ നേരത്തെ ഇത് കുറച്ച് മുന്നേ ചെയ്ത് നോക്കിയതാണ്. ഇതിപ്പോൾ ട്രയൽ ബിയിൽ ജോർജ് എന്നുള്ള ഡ്യൂട്ടി ഓഫീസർ ഇന്ന ടൈമിൽ ഡേറ്റിൽ ബ്രോഡ്കാസ്റ്റ് ഡേറ്റിൽ ചെയ്തു, ഡേറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. ട്രയൽ ബി വന്നിട്ടുണ്ട് പ്രോഗ്രാംസ്. ഇനി ഇതിൽ നമുക്ക് ഇതാരാണ് സൈൻ ചെയ്തെന്നുള്ള, ഡ്യൂട്ടി ഓഫീസറാണോ പെക്സ് ആണോ, ഇതാരാണ് സൈൻ ചെയ്തിട്ടുള്ളത് നോക്കാം. അത് നമുക്ക് ഇപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ സാറിൻ്റെ പേര് തന്നെ കൊടുക്കുകയാണത്. ഷിബുൻജോ എൻ്റർ ചെയ്താൽ അടുത്തത് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഇത് കൊടുക്കുകയാണ്. ഇനി ഇത് കൊടുത്തിട്ട് ഞാൻ പ്രിൻ്റ് എഗെയിൻ ഞാൻ ബട്ടൺ താത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഇത് താഴെ ഉണ്ടാവും. ഇനി എനിക്ക് ഒരു ലൈനും കൂടെ കൊടുക്കണം. ഞാൻ സെക്കൻഡ് ലൈൻ തേർഡ് ലൈൻ കൊടുക്കുകയാണ്. ഫോർ ഹെഡ് ഓഫ് പ്രോഗ്രാം ഞാൻ അങ്ങനെ ടൈറ്റിലും കൂടെ കൊടുക്കും. എഗെയിൻ ഞാൻ പ്രിൻ്റ് ഒന്നും കൂടെ കൊടുക്കുകയാണ്. സെയിം ഇത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, ഇത് കിടക്കും. ഇത് ഈ 3 സെറ്റ് ഓഫ് കാറ്റഗറിയിൽ ക്രൈറ്റീരിയയ്ക്കും ഇത് കോമൺ ആണ്. ഈ ടെക്സ്റ്റ് കോമൺ ആണ്. ഞാനിവിടെ കൊടുക്കുകയാണ് സെലക്ട് ചാനൽ അനന്തപുരി, സെലക്ട് പ്രോഗ്രാം. നമ്മൾ മുമ്പ് കഴിഞ്ഞ സാറിന് ഞാൻ പറഞ്ഞപ്പോൾ കാണിച്ചിരുന്ന GST ഉണ്ട്, GST പ്രൊമോ നോക്കാം. 20th കൊടുത്ത് നമ്മൾ എടുത്ത് നോക്കാം. ആ പ്രൊമോ കൊടുത്തു, അതിൻ്റെ റിപ്പോർട്ടാണ് എടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിലും ഈ ഒരു ടെക്സ്റ്റ്, അതായത് ഷിബു ജോർജ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എന്നുള്ള ടെക്സ്റ്റ് കോമൺ ആയിട്ട് വരും. ഇത് പേജ് 2 നോക്കാം. പേജ് 2 അതുണ്ടാവും. അത് കോമൺ ആണ്, നമുക്ക് ഏത് ക്രൈറ്റീരിയയിലും ഇത് അവിടെ ഉണ്ടാവും. അതുപോലെ ഇനി അടുത്തത്, ഇത് ഡേറ്റ് വൈസ് മാത്രം വെച്ചിട്ട് റിപ്പോർട്ടാണെങ്കിൽ ആ ഡേറ്റിൽ 2 ചാനലിലുള്ള റിപ്പോർട്ടും അവിടെ കിട്ടും. അതുപോലെ സെലക്ട് ചാനൽ സെലക്ട് ചെയ്യാം. അതിൽ ഏതാണത് സെക്ഷൻ, നമ്മുടെ പ്രോഗ്രാം ഏതാണോ അത് വരാം. പിന്നെ ഇത് ഫ്രം ഡേറ്റ്, ഇത് ടു ഡേറ്റ്, അങ്ങനെ കൊടുക്കാം. ഇതിലൊന്നും ഫ്രം ടു ഇല്ല, സിംഗിൾ ഡേറ്റ് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് വന്നിട്ട് അത് നമുക്ക് കൊടുത്ത് പ്രിൻ്റ് കൊടുക്കാം. അത് നമ്മുടെ പ്രോഗ്രാം ഇത് കൊടുത്തതൊന്നും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും പ്രിൻ്റ് ചെയ്ത് പറഞ്ഞത്. പക്ഷേ ഇവിടെ ടെക്സ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡേറ്റയുടെ താഴെ ആ ടെക്സ്റ്റ് വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. ഇത് നമുക്ക് സേവ് ചെയ്യാനോ പ്രിൻ്റ് ചെയ്യാനും 2 ഓപ്ഷൻസും ഉണ്ട്. ഇതുവഴി നേരെ പ്രിൻ്ററിലേക്ക് പോകും, അല്ലെങ്കിൽ നമുക്കിത് PDF ആയിട്ട് സേവ് ചെയ്യാനും പറ്റും. അങ്ങനെ നേരത്തെ സേവ് ചെയ്ത ഒരു ഫയലാണ് ഇത്. ഇത് ബ്രോഡ്കാസ്റ്റിംഗ് റിപ്പോർട്ട്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ഇൻ്റർഫേസ് വരുന്നത്. ഇത് നമുക്ക് നേരിട്ട് A4 സൈസിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് ചേഞ്ചസ് ആണെങ്കിൽ ഇങ്ങനെ വരും. ഇതിപ്പം അനന്തപുരിയുടെ ബ്രോഡ്കാസ്റ്റിംഗ് റിപ്പോർട്ടാണ്. നമുക്ക് രണ്ടും വേണമെങ്കിലും അങ്ങനെ എടുക്കാൻ പറ്റും, ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇൻഹൗസ് പ്രോജക്റ്റ് ഓഫ് ആകാശവാണി തിരുവനന്തപുരം എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സാറൊന്ന് നോക്കണേ സാർ, നമുക്കിത് വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളതാണ്. നമുക്ക് ഈവനിങ് ഇത് ഡേറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈവനിങ് ഡ്യൂട്ടി ഓഫീസർക്ക് ഇത് അനന്തപുരിക്കാരും പ്രൈമറി ചാനലിലെ പ്രൈമറി ടീംസും ഇതുപോലെ പ്രിൻ്റ് എടുത്ത് ഇതിൽ PDF പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷനുണ്ട്, ഇത് പ്രിൻ്റ് ഔട്ട് ഇട്ട് സേവ് ചെയ്തിട്ട് അത് കൺസേൺഡ് അയാളുടെ ഇമെയിലായിട്ട് PDF ആയിട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. കാരണം ഇത് PDF ആയിട്ട് ഏറ്റവും സിമ്പിൾ ഡേറ്റ എൻ്റർ ചെയ്യണം. സിംഗിൾ പേജ്, ആകെ 3 പേജുണ്ട്, 3 ബട്ടണുണ്ട്.
അതുപോലെ ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തു ഒരു ടൈമിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആ ടൈം എടുത്ത് ചാനൽ സെർച്ച് ചെയ്യാം. നമ്മളിപ്പോൾ നേരത്തെ എടുത്ത് തന്നെ നോക്കാം. പ്രൈമറി എടുത്തു, സെലക്ട് ട്രാൻസ്മിഷൻ 2 കൊടുത്തു, അതുപോലെ ഡേറ്റ് കൊടുക്കുകയാണ്, 23rd ഡേറ്റ് കൊടുത്ത് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ 2 വന്നു. ട്രയൽ ബി ആണ് നമ്മളിപ്പോൾ കൊടുത്തത്. ഈ ട്രയൽ ബിയിൽ ബ്രോഡ്കാസ്റ്റ് ടൈം 3 ചേഞ്ച് ചെയ്തിട്ട് അതിപ്പം എഡിറ്റ് കൊടുക്കണം. എഡിറ്റ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഇതെല്ലാം ലോക്കാണ്, നമുക്കൊന്നും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് എഡിറ്റ് ബട്ടൺ അല്ലെങ്കിൽ F2, കീബോർഡിൽ F2 ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് കൊടുത്ത് കഴിയുമ്പോൾ ഇതെല്ലാം ഈ ബ്ലൂ കളറായിട്ട് മാറും. എന്നാൽ മാത്രമേ നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റൂ. ഞാനിവിടെ ഈ ഒരു ടൈമും 3 എന്നുള്ളത് 4 ആക്കി ഞാൻ സേവ് ചെയ്തു. ഇങ്ങനെയും ചെയ്യാം നമുക്ക്. പിന്നെ ഒരു പർട്ടിക്കുലർ ഡേറ്റ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ അത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സേവ് ചെയ്ത ഒരു ഡേറ്റ സെലക്ട് ചെയ്തിട്ട് അത് ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഫുൾ ഈ റെഡ് ഈ ഓറഞ്ച് കളറിൽ വന്ന് നിൽക്കും. എസ് എന്നോ നോന്നോ എന്താണ് ഓപ്ഷൻ നോക്കിയിട്ട് അത് കൊടുക്കാം. എസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഡിലീറ്റ് ആയിപ്പോവും. നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ തൽക്കാലം ഡേറ്റ കിടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് കൊടുക്കുന്നില്ല. തൽക്കാലം ഞാൻ നോ കൊടുത്തിട്ട് എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ ഇവിടെ ഡാറ്റാബേസ് ഡിലീഷൻ ക്യാൻസൽഡ് അങ്ങനെ ഒന്ന് നടക്കും. ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഇതിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ജോർജ് എന്നുള്ളത് വീണ്ടും അതുപോലെ തന്നെ കിടക്കുകയാണ്. ഞാൻ ഇത് ക്ലോസ് ചെയ്തു. ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഈ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഡ്യൂട്ടി ഓഫീസർ അത് തന്നെ കിടക്കും. ഇതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്താൽ ഡിലീറ്റ് ആവും. ഇത് ഡാറ്റാ ബേസ് അല്ല, ഇത് ടെമ്പററി ആയിട്ട് എൻ്റെ ഫോമിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കുമ്പോഴും നമുക്ക് ഇവിടെ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ഈ പേരങ്ങ് ഡ്യൂട്ടി ഓഫീസറിന് കൊടുക്കാൻ പറ്റും. പിന്നെ ഡാറ്റ റിഫ്രഷ് ചെയ്ത് പറ്റും, എഡിറ്റ്, പ്രിൻ്റ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് രജിസ്റ്റർ കയറാം. പ്രിൻ്റിൽ ഇവിടെ നിന്നും പോവാം, ഈ പേജിൽ നിന്നും പോവാം, അങ്ങനെയും പോവാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രോഗ്രാം സ്റ്റേഷൻ ഇവിടെ കോഡുണ്ട്, ഡിലീറ്റ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. സാർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കരോൾ സോങ്സ് ഇവിടെ എഡിറ്റ് ചെയ്യണം. ആരാണോ ട്രക്സ് അത് മാറ്റിയിട്ട് നേരത്തെ പോലെ വിമൽ എന്നുള്ള പേരിൽ അത് ചെയ്യണം എങ്കിലും ഓക്കെ. സേവ് ചെയ്യാം, അത് കൊടുക്കാം. ഓക്കെ. അപ്പം ഇതിനകത്ത് വീണ്ടും ആ പേരിൽ അത് സേവ് ചെയ്ത് ഇതിൻ്റെ നാവിഗേഷൻ ബട്ടൺസ് ഉണ്ട്, നമുക്കത് വെച്ചിട്ട് നാവിഗേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇതൊരു നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ ഒരു ഇതിലാണ്. കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ്. എനിക്ക് നോക്കുമ്പോൾ നമുക്ക് സ്പ്രെഡ്ഷീറ്റിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആണ് സാധനം. അങ്ങനെ പെട്ടെന്ന് ഡിലീഷൻ ആവത്തില്ല. സാറൊന്ന് നോക്കണേ സാർ. ഞാൻ ഇതിൻ്റെ ഒരു ഹയർ ലെവല് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാർ നോക്കണേ, ഇത് നോക്കിയിട്ടെന്ന് പറയണം സാർ.